ഇത് ഊപ്പാടും. പിന്നെ ആകപ്പാടെ ഇവിടെ ഞങ്ങളുടെ മോനൊരു കുരുത്തങ്ങട്ടൊരു സന്തതിയുണ്ട്, ടിന്നുമോൻ. അവനാണെങ്കിൽ അവനെ മേയ്ക്കാൻ തന്നെ 3-4 പേര് വേണം. ഞങ്ങൾ ഈ പ്രായമായി എന്തോ ചെയ്യാൻ. അവനിപ്പോ വരും, സ്കൂളിൽ നിന്ന് വരാൻ സമയം. ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കാം. എന്തുവാ എന്തുവാ എന്തുവാ? ആ വേണ്ട, അവൻ വന്നല്ലേ. എന്താ വേണം വാട്സാപ്പ് അപ്പാപ്പൻ? ഞാൻ ഫേസ്ബുക്കിലാണ്, വാട്സാപ്പ് അല്ല. എന്തൊക്കെയാണെന്നോ? ഓ, എന്താ പറയാനാണ് പോയി. ക്രിസ്മസ് ഒക്കെ വരുന്നില്ലേ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. നിനക്ക് ഈ ക്രിസ്മസ് എന്താണെന്ന് അറിയാമോ ടിന്നുമോനെ? ഞാൻ കുറച്ച് എടാ അപ്പാപ്പനെ കയറിയാണോ എടാ മോനെ എന്നൊക്കെ വിളിക്കുന്നത്? ഈ ഒരു ഗുരുത്തം കണ്ടവൻ തന്നെ. നിനക്കറിയാവോ ഈ ക്രിസ്മസ് എന്താ? നിനക്കറിയാവോ? ഉണ്ണിയേശോ പുൽക്കൂടിലാണ് നിനക്കറിയാവോ? ഓരോ വീടുകളിൽ പോയി മുട്ടി അവർക്ക് അവസാനം കിട്ടിയത് ഒരു കാറ്ററിംഗ് ഷെഡാണ്. എനിക്ക് മനസ്സിലായി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഉണ്ണീശോ ബോണായ ദിവസം. നീ സൺഡേ സ്കൂളിലൊന്നും പോകുന്നില്ലേ? ഇനി ദ്രേസ്യപ്പച്ചേ ഇവനെ പറഞ്ഞിട്ട് എന്തോ കാര്യം? നമ്മുടെ ഒരു സന്തതി ഉണ്ടല്ലോ, നിന്റെ തന്ത, അവനെ ആ പന്ന ഞാനൊന്നും പറയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ക്രൈസ്തവത്തിലുള്ള സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ പിള്ളേരൊരു നേറ്റിവിറ്റി പ്ലേ നടത്തുന്നുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കണം. അന്നേരം നിനക്ക് മനസ്സിലാകും ക്രിസ്മസ് എന്തുവാകും, ഉണ്ണീശോ ആരാണ്. നിനക്ക് മുഴുവൻ സംശയമാണല്ലോ, നീ ചോദിക്കുക. നിനക്കോ? ഞാൻ പറഞ്ഞ ഓടിക്കോ.